ദേവൂസ് കുഞ്ഞൊരു പർച്ചേസിലാണ്, ഇഷ്ടപ്പെട്ട് വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ശാർക്കര ദേവീക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് വീഡിയോ നമ്മളിന്ന് അമ്പലത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. 27, 28 തീയതികളിലാണ് ഇവിടെ വിശേഷം. അപ്പോൾ 27-ാം തീയതി രാത്രി നമ്മളിപ്പോൾ ഒരു ടൈം കണ്ടോ, ക്ലോക്ക് ഉണ്ട് കേട്ടോ ബാക്കിൽ, ഒരു 9:50 ആയിട്ടുണ്ട്. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടേക്ക് പോയത്. അപ്പോൾ ഒരു 2 ഡേയ്സ് അവിടെ ഒരു വിശേഷം പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു മെയിൻ കവാടം വരുന്നത്. ഒരുപാട് നല്ല ഇമേജസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലാണ്. ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫെസ്റ്റിവൽ പോലെ, ഉത്സവം പോലെ ഒരു അന്തരീക്ഷമാണ്. 2 ഡേയ്സ് എന്തോ ഒരു വിശേഷം ഉണ്ടായിരുന്നു, പൂജകളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ്, ഒരു 8-8:30 ആയി ഞങ്ങളവിടെ എത്തിയപ്പോൾ. ശേഷം എന്നിട്ടും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിറച്ച് ബലൂണും ഉത്സവത്തിൻ്റേതായിട്ടുള്ള ആ ഒരു ആംബിയൻസ് ഒക്കെയാണ്. കുട്ടികൾ 3 പേരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഇതാണ് മെയിൻ കവാടത്തിൽ കൂടെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഹോളാണിത്. അവിടെ മേളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വെട്ടമുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുകയും, കുറേ ആൾക്കാർ കച്ചവടക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു, ഒത്തിരി പേരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം നല്ല ആക്റ്റീവായിരുന്നു. ആ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ. മോൻ കളിപ്പാട്ടമൊക്കെ നോക്കുകയാണ്, ടോയ്സൊക്കെ നോക്കുകയാണ്. പാകത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം വെളിയിൽ നിൽക്കുകയാണ്. നല്ലൊരു കൊടിമരം. കൊല്ലം ജില്ലയിൽ ഉള്ളവർക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. തിരുവനന്തപുരം ജില്ലക്കാർക്കും എല്ലാവർക്കും അറിയായിരിക്കും. ശാർക്കര ദേവീക്ഷേത്രം വളരെ പ്രശസ്തമാണ്. ഒരുപാട് ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു കവാടമാണ്, മെയിൻ കവാടമാണിത് കാണുന്നത്. ദേവിയുടെ ഒരു രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള, എന്തായാലും എന്താ പറയുന്നത്, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലമുണ്ട് അമ്പലത്തിന് ചുറ്റാകെ തന്നെ. അപ്പോൾ ഇനി എൻ്റെ കൊച്ചുങ്ങളൊക്കെ അവിടെ നിന്ന് കളിക്കുകയാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ഈ 2 പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയും നല്ലൊരു ആംബിയൻസ് ആണ്. ആ ഒരു മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്ത് പറയുന്നത്, മനസ്സിനൊരു നല്ല സന്തോഷമാണ്, ഒരു റിലീഫാണ്. എന്തായാലും ഞങ്ങൾ 8:30 ആയി എത്തിയെങ്കിലും പൂജകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചുങ്ങളൊക്കെ ഓടിക്കളിക്കുക, നല്ല രസമാണ്. പിന്നെ അതാ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ കഴിക്കുന്നത്, ഇതൊക്കെ പിള്ളേർക്കൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഉത്സവത്തിനൊക്കെ ചെന്നിട്ട് ഇണക്കത്തൊക്കെ ഉള്ളത് കാണുന്നതും, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സ് ഓർമ്മ വരികയും ഒത്തിരി സന്തോഷമൊക്കെ തോന്നും നമുക്കല്ലേ. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ വിശക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. ഇതിനിടയ്ക്ക് കരിമ്പിൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് ഇവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫുള്ളും അവിടെ അങ്ങ് കറക്കമായിരുന്നു. മോളാ വീഡിയോ ഒക്കെ എടുത്തു തന്നെയൊക്കെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുള്ളും കറങ്ങി നടന്ന് എല്ലാം കണ്ടു. ഒരുപാട് ഇങ്ങനെ കോവിലുകൾ, അമ്പലങ്ങളായിട്ട് അവിടെ മുറ്റത്തെല്ലാം നിറച്ചുണ്ടായിരുന്നു. ലോങ് സൈഡ് നല്ല രസമായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ അമ്പലമൊക്കെ ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ. ഇതെല്ലാം ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല എന്താ പറയുന്നത്, ഒരുപാട് നടക്കാനുണ്ട്. കൊച്ചുങ്ങൾക്കായാലും നമുക്കായാലും ഒക്കെ ആ ഒരു സമയത്ത് ചെന്നിരിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുന്നത്, മനസ്സിനൊരു സന്തോഷം. നമുക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് പോയത്. ഒരുപാടുണ്ട് കേട്ടോ, നടക്കാൻ ഒത്തിരി ഉണ്ട്. നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷമാണ്. ഇവൾ ആ വീഡിയോ എടുത്തു തന്ന മൂത്ത മോളാണ് സൂര്യ, പുള്ളിക്കാരത്തി നമുക്ക് വീഡിയോ എല്ലാം എടുത്തിരുന്ന. പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദം, കടും പായസവും വെള്ളപ്പായസവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പായസമൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പായസമൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു വിസിറ്റായിരുന്നു. ഒത്തിരി ലേറ്റായി പോയപ്പോൾ വിചാരിച്ചില്ലതാണ്ട് കൊച്ചവിടെ വന്ന് കണ്ണാടിയിലൊക്കെ നോക്കി കുറിയൊക്കെ ഇടുക. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ ഒക്കെ ചുറ്റിയൊക്കെ കണ്ട് ഫുള്ളും ഇവിടെ ഇവിടെ നിന്ന് ഞാനൊരു മോതിരമൊക്കെ വാങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനും വാങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉത്സവത്തിനൊക്കെ പോയാൽ ഓടിപ്പോയി നോക്കും, വള മാലയൊക്കെ. പണ്ട് തൊട്ടേ ഉള്ളൊരു ഹാബിറ്റാണത്. അപ്പോൾ ഒരുവിധ ലേഡീസ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഇവർക്ക് വിശക്കുന്നതെന്നും പറഞ്ഞ് ബഹളമായി. നമ്മൾ വിളിച്ച് അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി പൊറോട്ട, ദോശയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇതിപ്പോൾ കാണുമ്പോൾ ഞാൻ മാത്രം ഇരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത്. ആക്ച്വലി ഇവരെല്ലാവരും ഇരുന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ എല്ലാമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ കയറി. നമ്മുടെ വീട് കൊല്ലം ജില്ലയാണ്, കുട്ടിയമാണ് കേട്ടോ. നമ്മൾ പതുക്കെ പിന്നെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി, 10-10:30 ആയി. അപ്പോഴത്തേക്ക് അവിടെ ആ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം ആ സമയം ആയപ്പോഴത്തേക്കാണ് ആക്ച്വലി ഫുള്ളും കഴിഞ്ഞത്.
അപ്പോൾ മോളായി ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ എടുക്ക്, ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു തന്ന വീഡിയോസൊക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ശാർക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കുട്ടിയത്തെ വീട്ടിലോട്ടുള്ള യാത്രയാണ്. അങ്ങനെ അവൾ ബാക്കി ഇരുന്നൊക്കെ വീഡിയോ എടുക്കുക. വഴി കണ്ടപ്പോഴത്തേക്ക് ഫ്രൂട്ട്സൊക്കെ വേണമെന്നും പറഞ്ഞ് വണ്ടി നിർത്തി. അങ്ങനെ ഒരു മത്തനൊക്കെ ഇറങ്ങി വാങ്ങുക പുള്ളിക്കാരത്തി. അവൾക്ക് ഷോപ്പിലൊക്കെ പോകാനും സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ആളിച്ചിരി നല്ല എന്താ പറയുന്നത് മിടിക്കുക. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോയി അറ്റൻഡ് ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യും ആൾ. അങ്ങനെ പോയി അതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ എടുത്തു കൊടുത്ത്. അവിടെ ഒത്തിരി ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ചൂട് സമയമായതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ്റെയൊക്കെ ഒരുപാട് ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ എന്തൊക്കെ വേണമെന്ന് പറയുക. എൻ്റെ അടുത്തല്ല, അവരച്ഛൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പം ഈ മഞ്ഞ കളർ മത്തനും ഉണ്ട്, പച്ചയും ഇഷ്ടംപോലെ കിടക്കുന്നത്. എനിക്ക് ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ഇതിനൊത്തിരി സെയിലും ഉണ്ട്. ഇപ്പോൾ വാങ്ങുന്നതൊക്കെ അതുകൊണ്ട് ഫ്രഷും ആണ്. ഈ ഒരു സമയം ആയതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഇതിനും തണ്ണിമത്തന് നല്ല സെയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങുമ്പോഴും മിക്ക സമയത്ത് ചില സമയത്തൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് വലിയൊരിത് കാണത്തില്ല. അപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഈ ലൈറ്റും വെട്ടമൊക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. ഈ മഞ്ഞ മത്തം കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരത്തിക്ക്. അങ്ങനെ അവരച്ഛനോട് പറഞ്ഞിട്ട് ദാണ്ട് ഒരു മഞ്ഞ മത്തം വാങ്ങാനായിട്ട് പോയി നിൽക്കുക. അപ്പോൾ ഇതും കൂടെ മേടിച്ചിട്ട് നമ്മൾ ദാണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അയാൾ നോക്കുക, അപ്പോൾ പറയുക നല്ലതൊക്കെ എടുക്കണേന്നൊക്കെ പറയുക. ആൾ റെസ്പോണ്ട് ചെയ്യുക എല്ലാത്തിനോടും കേട്ടോ നല്ല രീതിയിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക.